പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച അനന്തകൃപാലുമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, 3 കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. ഒന്ന്, വിജനമായൊരു സ്ഥലത്ത് പച്ചയായ പുൽത്തകിടി ഒരുക്കിയ കർത്താവ്. രണ്ടാമതായി, 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നിടത്ത് 12 കൊട്ട നിറയെ മിച്ചം വെച്ച കർത്താവ്. മൂന്നാമതായി, കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അലസമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർ വളരെയധികം പ്രവർത്തനക്ഷമമാക്കി മാറ്റിയത്. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും പലപ്പോഴും കുറവുകളെ ഓർത്ത് വേദനിച്ച് താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ പരിതപിച്ചും കഴിയുമ്പോൾ അങ്ങയുടെ ഇടപെടലുകൾ പലപ്പോഴും ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കുറവുകളെ അങ്ങ് നിറവുകളാക്കി മാറ്റുമെന്നും ഞങ്ങളുടെ അലസതയെ അങ്ങ് ഊർജ്ജസ്വലമാക്കി മാറ്റുമെന്നും ഞങ്ങളറിയും. കാരുണ്യവാനായ കർത്താവെ, ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ കൃപയോർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മക്കളെന്ന നിലയിൽ ജീവിക്കുവാൻ അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹം എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഇന്നേ ദിനം കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. ഈ സമയം വരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ കൃപ നൽകി അനുഗ്രഹിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിൽ എന്നെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. എൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവേ, പെട്ടെന്നുള്ള മരണത്തിലുള്ള അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.